ക്ലാസിക് ഡിസൈൻ ഐഫോൺസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡിസൈനുള്ള ഐഫോൺ ആയിരുന്നു ഐഫോൺ 10 എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് റീഡിസൈൻ വന്നൊരു ഐഫോൺ. നമുക്ക് സാധാരണ വരുന്ന ഹോം ബട്ടണും വലിയ ബെസൽസിൽ നിന്ന് വളരെ സ്ലിമ്മായ ബെസൽസും ഒരു നോച്ചും ഹോം ബട്ടൺ നഷ്ടമായ ഒരു ഐഫോൺ. അതായിരുന്നു ഐഫോൺ 10. ഈ ഐഫോൺ 10 ലോഞ്ച് ആയത് 2017 അതും ഇങ്ങനത്തെ ഒരു റീഡിസൈൻ ആ ഒരു സമയത്ത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ മാർക്കറ്റിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ബെസൽ കുറഞ്ഞ ഡിസ്പ്ലേ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഐഫോൺസിനകത്ത് റീഡിസൈൻ നമ്മളെല്ലാവരും പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയതാണ് ഈ ഐഫോൺ 10 എന്ന് പറയുന്നത്. ഇതൊരു പുതിയ ഡിസൈനുള്ള ഒരു ഐഫോൺ ആയിരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബെസൽ ഇല്ലാത്ത ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ 2017 ഇറങ്ങിയപ്പോഴാണ്. ഇപ്പോൾ 2020 ഈ നോച്ചും ഈ ബെസലില്ലാത്ത ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. കാരണം ഇപ്പോൾ ഐഫോൺസിനകത്ത് ഹോം ബട്ടണുള്ള ഐഫോൺസ് അധികം വരുന്നില്ല. അതിന് പകരം ഇതാണ് ഇപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഈ ഐഫോൺ 10 ഇപ്പോൾ 2020 നമ്മൾ നോക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ്റെ ക്വാളിറ്റിയാണ്. അതായത് ആദ്യം തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഇന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. അതും ഈ ഫ്രെയിമും ഗ്ലാസും കൂടെ ജോയിൻ ആവുന്ന സ്ഥലം നോക്കാൻ നേരത്തെ തന്നെ വളരെ പെർഫെക്റ്റ് ആണ്. ഒരു തരത്തിലുള്ള ഒരു ഗ്യാപ്പും കാണാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഡിസൈനകത്ത് ഇപ്പോൾ എടുത്താൽ പോലും ഇത്രയും പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ഫോൺ നമുക്ക് കിട്ടാൻ വളരെ പാടാണ്. ഐഫോൺസിൻ്റെ പുതിയ സീരീസ് ഉണ്ട്, 10s Max, അതുപോലെ തന്നെ 11 Pro Max. അതിനൊക്കെ ഇതേ ഡിസൈൻ ടീം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ 10 എടുക്കുമ്പം അതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയം ഫിനിഷുമാണ്. പക്ഷെ ഇത് പ്രീമിയം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ക്വാളിറ്റി ഉള്ളത് കൊണ്ടോ ഇതിന് കുഴപ്പങ്ങളില്ലെന്നല്ല പറയുന്നത്. ഇതിന് കുഴപ്പങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്ന ഒരു ഫോണാണ് ഈ ഐഫോൺ 10 എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമും അതുപോലെ തന്നെ ഈ ഗ്ലാസും വളരെ സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടേബിൾ ലെവലിൽ വെക്കുകയാണെങ്കിൽ പോലും ഇത് തെന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയ്ക്കും ഒരു സ്മൂത്ത്നെസ് ഉള്ളൊരു സർഫസ് ആണ് ഇതിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ ഈ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. പക്ഷേ ആ കുഴപ്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്താൽ പോലും ഈ ഫോൺ നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് ഏതാണ്ട് 2 വർഷത്തോളം ഉപയോഗിച്ചൊരു ഫോണാണ്. അത് കേസ് ഇട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ ഫ്രെയിമിൽ അധികം സ്ക്രാച്ചസ് ഒന്നും ഇല്ലാത്തത്. പക്ഷെ എന്നാലും എനിക്ക് മൊത്തത്തിൽ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. കാരണം ഇതിൻ്റെ ഗ്ലാസ് എടുത്ത് നോക്കിയാൽ പോലും ഗ്ലാസ്സിലും അധികം സ്ക്രാച്ച് ഒന്നുമില്ല. പിന്നെ ബട്ടൺസായി നമ്മുടെ ഹോം ബട്ടണും വോളിയം ബട്ടൺ എടുക്കുമ്പോഴും അതിനും കംപ്ലയിൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മ്യൂട്ട് സ്ലൈഡറും പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ആവുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ ചാർജിംഗ് പോർട്ടായ ലൈറ്റ്നിങ് പോർട്ട് എടുക്കാൻ നേരത്ത് അതിലും കംപ്ലയിൻസ് ഒന്നുമില്ല. ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വയർഡ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെങ്കിലോ ഈ പോർട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 2 വർഷത്തോളം ഈ പോർട്ട് ഉപയോഗിച്ചിട്ടും ഇതിനും കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈനകത്ത് നമുക്ക് ചെറിയൊരു പ്രശ്നം, ആ ഒരു കയ്യിൽ നിന്ന് തെന്നിപ്പോണ പ്രശ്നം ഒഴിച്ച് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ 2020 എടുക്കുമ്പോഴും ഏറ്റവും പ്രീമിയം ഡിസൈനും അതുപോലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു ഡിസൈനുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫോണിൻ്റെ ഡിസൈൻ 2020 ആയിട്ട് പോലും ഏറ്റവും മികച്ച് നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഒരു OLED ഡിസ്പ്ലേ ആണ്. ആപ്പിൾ ആദ്യമായി OLED ഡിസ്പ്ലേ ഉപയോഗിച്ച ഒരു ഐഫോൺ എന്ന് പറയുന്നത് ഈ ഐഫോൺ 10 ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് OLED ഡിസ്പ്ലേ ആയപ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപാട് പേടിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OLEDൻ്റെ അന്നത്തെ പ്രശ്നങ്ങളായ സ്ക്രീൻ ബേണിൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് 3 വർഷം ആയതിനു ശേഷം അതും ഈ പാനൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തരത്തിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ആപ്പിളിൻ്റെ ക്വാളിറ്റി കൺട്രോളാണ്. ഈ ക്വാളിറ്റി കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയെ പറ്റി പറയാൻ നേരത്ത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. നല്ല കളർ ആക്യുറസിയാണ്, നല്ല ഷാർപ്പാണ്, ആക്യുറേറ്റ് ആണ്, കോൺട്രാസ്റ്റ് റേഷ്യോ ഒക്കെ കിടിലമാണ്. അത് മാത്രമല്ല നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സിൽ മാത്രം ചെറിയൊരു പ്രശ്നം വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ 2020 നോക്കാൻ നേരത്ത് ഒരുപാട് ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ അല്ല, എന്നാലും നമുക്ക് തിരക്കേടില്ലാതെ ബ്രൈറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കാൻ നേരത്ത് നല്ല വെയിലുണ്ടെങ്കിൽ പോലും ഈ ഡിസ്പ്ലേ നിന്ന് കാര്യങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇതൊരു കോമ്പാക്റ്റ് ഒരു ഫോണാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലല്ല, പക്ഷേ ഇതിൻ്റെ ബെസൽസ് ഒക്കെ ചെറുതായതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇതൊരു 5.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതും ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2436x1125 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 458 ppi ആണ്. അപ്പോൾ നല്ല ഷാർപ്പായ ഒരു പാനലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് മാത്രമല്ല ഇതിനകത്ത് 3D ടച്ച് സപ്പോർട്ട് ഉണ്ട്. അത് കൂടാതെ ട്രൂ ടോൺ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ 3D ടച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഐഫോൺസിലില്ല. അപ്പോൾ ഇതിനകത്ത് അത് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഫീച്ചറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേയും ഇതിൻ്റെ ഡിസൈനും നോക്കിയപ്പം ഇത് രണ്ടും ഇപ്പോഴും വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ ഒരു പോയിന്റാണ് ഈ ഐഫോൺ 10. അപ്പോൾ അതുപോലെ തന്നെ വരണം പെർഫോമൻസ്. നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് കാണും. പക്ഷേ പെർഫോമൻസ് എടുക്കാൻ നേരത്ത് പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, പെർഫെക്റ്റ് ആണ്. എന്നാൽ പോലും നമുക്കൊരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രൊസസർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്പാണ്. അതായത് നമ്മുടെ iPhone 8ലും 8 വരുന്ന ചിപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ന്യൂറൽ എഞ്ചിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റാം എന്ന് പറഞ്ഞാൽ 3GB ആണ്. അത് നമുക്ക് സ്റ്റോറേജ് ഓപ്ഷൻസ് പറയുന്നത് 2 ഉണ്ട്, 64 അല്ലെങ്കിൽ 256 ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പെർഫോമൻസ് ബെസ്റ്റ് അല്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആപ്പ് ലോഡ് ചെയ്യുമ്പോഴോ അതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ iPhone 8 ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് അത് വന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ, അതായത് ഈ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ കൂടുതലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാകാനാണ് സാധ്യത. അപ്പോൾ
അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കൊരു ചെറുതായിട്ട് ഏജ് അറിയുന്നുണ്ടായിരുന്നു ഫോണിൻ്റെ. അതായത് പെർഫോമൻസ് പെർഫെക്റ്റ് തന്നെയാണ്, തെറ്റിദ്ധരിക്കല്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധാരണ കാര്യങ്ങളായപ്പം മെനു കൂടെ ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്. പിന്നെ ഗെയിമിംഗ് എടുക്കുകയാണെങ്കിൽ പോലും ഗെയിംസ് ഒക്കെ പെട്ടെന്ന് തന്നെ ലോഡ് ആവുന്നുണ്ട്, അതിനകത്ത് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ കുറവാണ്. എന്നാലും ആ ഒരു മൊത്തത്തിൽ പെർഫെക്റ്റ് ആ ഒരു ഐഫോൺ എക്സ്പീരിയൻസ് ഈ ഐഫോൺ 10 ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ റാം മാനേജ്മെന്റ് കാര്യം പറയാൻ നേരത്തെ അതിനകത്ത് ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നിയില്ല. അതിന്റെ കാരണം 3GB റാം ഉള്ളതുകൊണ്ട് തന്നെ 8 തൊട്ട് 10 ആപ്പ് മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യത്തിനകത്തും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഐഫോൺ ആണ്, ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രസന്റ്ലി ഉള്ള സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറഞ്ഞാൽ iOS 13.6 ആണ്. അതും എനിക്ക് തോന്നുന്നത് ഇനി ഒരു 3 വർഷത്തോളം സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് ഈ iPhone 10. ഇപ്പോൾ നമ്മൾ ഈ ഫോണിന്റെ പെർഫോമൻസ് ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, പക്ഷേ ബെസ്റ്റ് അല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്, അതായത് ഒരു 25,000 പ്രൈസ് റേഞ്ച് തൊട്ട് ഒരു 35,000 പ്രൈസ് റേഞ്ച് വരുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഫോണിനൊപ്പം നിൽക്കുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ അതിനെക്കാട്ടി മികച്ച് നിൽക്കുന്ന പെർഫോമൻസ് ആണ് ഈ iPhone 10 വരുന്നത്. പക്ഷേ നമ്മൾ ചില ഐഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും iPhone SE 2 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടി പെർഫോമൻസ് ഒരുപാട് കുറവാണ് ഈ iPhone 10. പിന്നെ iPhone 8 ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു iPhone 8-നെക്കാട്ടിയും കുറച്ച് പെർഫോമൻസ് കുറഞ്ഞ് നിൽക്കുകയാണ് ഈ iPhone 10. അതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഈ പെർഫോമൻസിനെ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ക്യാമറയുടെ കാര്യം വരുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഏറ്റവും ബെസ്റ്റ് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ് കിട്ടുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച തന്നെയൊക്കെയാണ് വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് 4K 60 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിങ്ങിന് ഇപ്പോഴും പെർഫെക്റ്റ് ആണ് ഈ iPhone 10. പക്ഷേ ഫോട്ടോയുടെ കാര്യം പറയാൻ നേരത്ത് അത് ലൈറ്റിംഗ് സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്കുള്ള ക്യാമറസിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇവിടെ 2 ക്യാമറയാണ് ബാക്കി വരുന്നത്. അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 MP വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതിന്റെ ആപ്പർച്ചർ f1.8 ആണ്. പിന്നെയുള്ള അടുത്ത ക്യാമറ എന്ന് പറയുന്നത് അതും ഒരു 12 MP ക്യാമറയാണ്. ഇതിന്റെ ആപ്പർച്ചർ f2.4 ആണ്. അതും അതൊരു ടെലിഫോട്ടോ ക്യാമറയാണ്. അതും ഈ 2 ക്യാമറയ്ക്ക് അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് നമ്മൾ ഈ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിന്റെ കാര്യത്തിനകത്ത് നല്ല ലൈറ്റിംഗ് ഉള്ള സിറ്റുവേഷനാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. ഒരു തരത്തിലുള്ള ഗ്രെയിൻസോ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, ഷാർപ്നെസ് ഉണ്ട്. പക്ഷേ നമ്മൾ ലൈറ്റിംഗ് കുറഞ്ഞാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ലൈറ്റിംഗ് കുറയുന്ന സമയത്ത് ഗ്രെയിൻസ് ഒരുപാട് കൂടുന്നുണ്ട്, ആ ഫോട്ടോ ക്വാളിറ്റി നല്ല രീതിയിൽ കുറയും. പിന്നെ നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ആപ്പ് ആണെങ്കിൽ ഉപയോഗിച്ച് നൈറ്റ് മോഡ് കൊണ്ടുവരാം. പക്ഷേ നമ്മുടെ സ്റ്റോക്ക് ക്യാമറ ആപ്പിനകത്ത് നമുക്ക് നൈറ്റ് മോഡ് സപ്പോർട്ട് ഇല്ല. ഇനി ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒറ്റ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതൊരു 7 MP ക്യാമറയാണ്. അതിന്റെ ആപ്പർച്ചർ എന്ന് പറഞ്ഞാൽ f2.2 ആണ്. അപ്പോൾ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. പിന്നെ ഇത് വെച്ച് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷന്റെ മാക്സിമം കേബിലിറ്റി എന്ന് പറഞ്ഞാൽ 1080p ആണ്. അത് 30 FPS ആണ്. അതും ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് വരാൻ നേരത്തും നമുക്ക് ഇതിനകത്തുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയും ലൈറ്റ് കുറയുന്ന സമയത്ത് ഫോട്ടോസ് കുറച്ച് ക്വാളിറ്റി കുറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോസിനകത്ത് ഗ്രെയിൻസ് കൂടും. അതുകൊണ്ട് തന്നെ സ്മൂത്തനിങ്ങും ഷാർപ്പനിങ്ങും കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫോട്ടോസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രോപ്പർ ലൈറ്റിംഗിൽ എടുക്കുവാണെങ്കിൽ ഇപ്പോഴും ബെസ്റ്റ് സെൽഫി കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണ് ഈ iPhone 10 അപ്പോൾ ഇതിന്റെ ക്യാമറ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷൻ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചും ബാക്ക് ക്യാമറ വെച്ച് എടുത്താലും ഫോട്ടോയുടെ ക്വാളിറ്റി കുറവാണ്. പക്ഷേ ലൈറ്റ് ഉള്ള സിറ്റുവേഷനിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി ലൈഫാണ്. അപ്പോൾ ബാറ്ററി ലൈഫിനകത്ത് ആദ്യം നമ്മൾ അറിയേണ്ടത് ബാറ്ററി കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതായത് iPhone 10 ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2716 mAh ആണ്. അത് ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയൊന്നുമല്ല, കാരണം നമുക്ക് പുതിയത് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇത് പഴയ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് 85% ഉള്ളൂ. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് കിട്ടിയ ഒരു സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂറിനും 4.5 മണിക്കൂറിനും ഇടയ്ക്കാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു സ്ക്രീൻ ഓൺ ടൈം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ യൂസ് ഹെവി യൂസ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതും എനിക്ക് ഇതിനകത്ത് ബാറ്ററി എന്ന് പറയുന്നത് ഒരു രാത്രി 8 മണി വരെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിന് ശേഷം മാത്രം ചാർജ് ചെയ്താൽ മതി. പിന്നെ ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ ഒരു കുഴപ്പമില്ല തന്നെ കിട്ടും. ലൈറ്റ് യൂസർ ആണെങ്കിൽ ഒരു 1.5 ദിവസം വരെ നമുക്കത് കിട്ടുകയും ചെയ്യും. പിന്നെ എൻ്റെ ബാറ്ററിക്കകത്ത് തന്നെ നമുക്കിവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അത് കൂടാതെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ എപ്പോഴുള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. കാരണം നമുക്കിവിടെ കിട്ടുന്ന ചാർജർ വളരെ ബേസിക് ചാർജറാണ്. 5 വോൾട്ട് 1 ആംപ് ചാർജറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 2.5 മണിക്കൂറോളം എടുക്കും ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടി. ഇനി ഈ ഫോണിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. കാരണം ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്കിലെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീക്കേഴ്സിനകത്ത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിവിടെ 2 സ്പീക്കർ വരുന്നുണ്ട്. അത് നമ്മുടെ ഈ താഴെ കാണുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇയർ പീസും സ്പീക്കറാണ്. അതും ഇപ്പോഴും ഈ സ്പീക്കറിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ നമ്മൾ iPhone SE 2 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത്രയും ലൗഡ്നെസ് ഇല്ല, പക്ഷേ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ എൻ്റെ ഇയർ പീസിൻ്റെ കാര്യം പറയാൻ നേരത്ത് നല്ല ഇയർ പീസാണ്. അതുകൊണ്ട് നമ്മൾ കോൾസിനൊക്കെ ഉപയോഗിക്കാൻ നേരത്തും നമുക്ക് ഒരു പ്രശ്നങ്ങളും അനുഭവപ്പെടത്തില്ല. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ അത് Bluetooth 5 ആണ്. പിന്നെ സിമ്മിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ സിം ഇടാൻ പറ്റൂ. അത് നാനോ സിം ആയിരിക്കണം. പിന്നെ IP67 റേറ്റിംഗ് ഈ ഫോണിനുണ്ട്. അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയ ഫോണാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ എൻ്റെ വീഡിയോ പ്ലേ ബാക്കിനകത്ത് എന്തൊക്കെ സപ്പോർട്ട് കിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് HDR10 കണ്ടന്റ് സപ്പോർട്ടും കിട്ടും. അതുപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇമ്പോർട്ടൻ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡിനെ പറ്റിയാണ്. ഇവിടെ ഹോം ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫേസ് ID വെച്ചാണ് അൺലോക്ക് ചെയ്യുന്നത്. അതിവിടെ വരുന്ന ഫേസ് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഫേസ് ID ആണ്. അപ്പോൾ ഇതും ഇപ്പോൾ വരുന്ന ഫേസ് ID തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു സ്പീഡ് വ്യത്യാസമുണ്ട്. പക്ഷേ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല, കാരണം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ അൺലോക്കിംഗ് ആംഗിളും തരക്കേടില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഐഫോൺ 10ന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ 2020 നോക്കുമ്പോൾ. 2020 ഈ ഫോണിന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഈ പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേ ഇത്ര നല്ലതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മീഡിയ കൺസംഷൻ നോക്കുവാണെങ്കിലോ അതൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ പെർഫോമൻസിനകത്ത് അധികം ഇഷ്യൂസ് ഒന്നുമില്ല, ചെറിയ ലാഗ് നിങ്ങൾ അനുഭവപ്പെടും, പക്ഷേ അതെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഉപയോഗത്തിനകത്ത് ഒരു തടസ്സമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ക്യാമറ എടുക്കാൻ നേരത്ത് ക്യാമറ എന്ന് പറയുന്നത് ഒരു ആവറേജ് എന്ന് പറയാം ഫോട്ടോ എടുക്കുന്ന സമയത്ത്. കാരണം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, പക്ഷേ ലൈറ്റ് കുറയുമ്പോൾ ക്വാളിറ്റി കുറയുന്നത് ഒരു പോരായ്മയാണ്. പക്ഷേ വീഡിയോയ്ക്കകത്ത് ഇപ്പോഴും പെർഫെക്റ്റ് ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയാൻ നേരത്ത് ബാറ്ററി ലൈഫ് ഇവിടെ 85% ബാറ്ററി ഹെൽത്ത് ഉണ്ടായിട്ട് പോലും 4-4.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് തരക്കേടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് അതുപോലെ തന്നെ ഈ വയർലെസ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഐഫോൺ 10 എന്ന് പറയുന്ന ഫോൺ നമുക്ക് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാൻഡ് ഫോണായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം ആപ്പിൾ ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു ഫോണാണ്. പക്ഷേ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എന്തായാലും കിട്ടും. അതും അതിൻ്റെ പ്രൈസിങ് പല റേഞ്ചിൽ വരാം, പക്ഷേ ഒരു ആവറേജ് ആയിട്ട് കിട്ടുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു 30,000-നും ഒരു 40,000-നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ ആ പ്രൈസിംഗ് വരാൻ നേരത്ത് ഈ ഐഫോൺ 10 ഡയറക്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ വെച്ചിരിക്കുന്നത് ഐഫോൺ SE 2 ആയിട്ടാണ്. അത് നമ്മുടെ ഐഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഐഫോൺ SE 2 ആയിട്ട് അങ്ങനെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഫോൺസിൽ ഏത് എടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഡിസ്പ്ലേ തിരക്കില്ലാത്ത ക്യാമറ ആണെങ്കിൽ എന്തായാലും ഈ ഐഫോൺ 10 പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം ഇത് ഉപയോഗിക്കുമ്പം ഇപ്പോഴും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഈ ഐഫോൺ SE 2 വെച്ച് നോക്കാൻ നേരത്ത് അതിലൊക്കെ ഒരുപടി മുകളിലാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഫോൺ SE 2ൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ആണ്. അതിന് കിട്ടുന്ന പെർഫോമൻസ് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഐഫോൺ SE 2 ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഐഫോൺ 10 കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി പെർഫോമൻസ് മാത്രമാണെങ്കിൽ അതും നിങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു 5 വർഷത്തോളം കിട്ടണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഐഫോൺ SE 2 ആയിരിക്കും നിങ്ങൾക്ക് നല്ല ഓപ്ഷൻ. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.